മക്കൾ അവകാശികളുമാക്കി തീർക്കാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത ആ വിധങ്ങളോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആ ഇഷ്ടം ഓർക്കുക. കൈപ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി സഹിക്കുക. സഹിക്കുക. അത് മാത്രമല്ല, ഈ വസ്ത്രത്തിൽ കൈപ്പിന്റെ അനുഭവം വന്നാലും സഹോദരി വന്ന് ചീത്ത പറഞ്ഞാലും, സഹോദരൻ വന്ന് പള്ളു പറഞ്ഞാലും, കൂട്ടുകാർ വന്ന് ദൂഷിച്ചാലും, സന്തോഷം ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആരോടും തർക്കുത്തരവോ തിരിച്ചൊന്നും പറയാതെ നിന്റെ ജീവിതത്തിലെ എല്ലാ കൈപ്പും അകറ്റി പറയുന്നുണ്ട്. ആരെങ്കിലും കൈപ്പിന്റെ വേര് മുളപ്പിച്ചാൽ ആ കൈപ്പിന്റെ വേര് മുളപ്പിക്കാതെ മുളച്ചു വരുന്ന കൈപ്പിന്റെ വേരിനെ മൂടോടെ പിഴുത് കളഞ്ഞിട്ട് സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ച് ദയയും ക്ഷമയും സ്നേഹവും ഉള്ളവരായി അന്യോന്യം സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും ഒക്കെ ജീവിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. എങ്കിലേ നിത്യതയിൽ കടന്നു പോകാനൊക്കത്തുള്ളൂ, സ്വർഗരാജ്യത്തിൽ കടന്നു പോകാനൊക്കത്തുള്ളൂ. ഇവിടെ ഒരു സഭ, ഒരു കൂട്ടായ്മ, ദൈവമക്കളെല്ലാം ഒന്നെന്നുള്ള ആ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോയാൽ നിത്യതയിൽ നമുക്ക് കാണാൻ പറ്റും. പല കക്ഷികളായി, പല ഘടകകക്ഷികളായി അങ്ങോട്ടും ഇങ്ങോട്ടും പലൊക്കെ പിരിഞ്ഞിരിക്കുന്നത് പോലെ പിരിഞ്ഞിരിക്കുന്ന അനുഭവമാണെങ്കിൽ നിത്യതയുടെ പടിവാതിൽ കാണുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ മറന്നു പോയത്.